നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തോറ്റതെങ്ങനെ? ജനങ്ങൾ മുഖമടച്ച് നൽകിയ തിരിച്ചടി എന്തുകൊണ്ട്? ഏറെ വൈകിയെങ്കിലും പരാജയത്തിന്റെ ചില കാരണങ്ങൾ CPM തുറന്നു സമ്മതിച്ചു. അയ്യപ്പ ഭക്തരെ ലക്ഷ്യമിട്ട് നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഫലിച്ചില്ല. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിവാദ പരാമർശങ്ങളിൽ നിന്ന് അകലം പാലിക്കാതിരുന്നത് തിരിച്ചടിയായി. ന്യൂനപക്ഷ വോട്ടർമാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാൽ ഇതെല്ലാം സമ്മതിക്കുന്നതിനിടയിലും പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പാർട്ടി തയ്യാറല്ല. ഒരു വശത്ത് സ്വന്തം വീഴ്ചകൾ എണ്ണിപ്പറയുമ്പോൾ മറുവശത്ത് ജനങ്ങൾ വിശ്വസിച്ചു എന്ന പഴയ ന്യായീകരണവും തുടരുന്നു. അതോടൊപ്പം തന്നെ UDFും BJPയും തമ്മിൽ 30 മണ്ഡലങ്ങളിൽ രഹസ്യധാരണയുണ്ടായിരുന്നുവെന്ന ആരോപണവും വീണ്ടും ഉയർത്തുന്നു. ജനവിധി തെറ്റായ വിവരങ്ങളുടെ ഫലമാണെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച പാർട്ടിയുടെ ആത്മപരിശോധനയാണോ ഇത്? അതോ തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങളെ മറച്ചുവെച്ച് പഴയ വാദങ്ങൾ പുതിയ പാക്കറ്റിൽ അവതരിപ്പിക്കുന്ന നീക്കമോ? ജനങ്ങൾ നൽകിയ സന്ദേശം CPM ശരിക്കും മനസ്സിലാക്കിയോ? തോൽവി പിടികിട്ടിയോ? അതോ ഇനിയും പാഠം മതിയായില്ലേ? തോൽവിയുടെ കാരണങ്ങൾ CPM സംസ്ഥാന സമിതി അംഗീകരിച്ചു. MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. പ്രധാന കാരണങ്ങൾ CPM തുറന്നു സമ്മതിക്കുന്നത് ഇവയൊക്കെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ, അതിൽ നിന്ന് അകലം പാലിക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇക്കാര്യം തുറന്നു സമ്മതിക്കുകയും ചെയ്തു MV ഗോവിന്ദൻ. അതോടൊപ്പം തന്നെ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് അയ്യപ്പ സംഗമത്തിലെ നടത്തിപ്പാണ്. അയ്യപ്പ സംഗമം സർക്കാർ പരിപാടിയാണ് എന്ന തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ടായി എന്ന് പാർട്ടി വിലയിരുത്തുന്നു. അതേസമയം അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തിരിച്ചടിയായി. അത് ശരിയായില്ല, അത് സംഘ് പരിവാറിന് വടികൊടുക്കുന്നതിന് തുല്യമായി പോയി എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയാണ്. അയ്യപ്പ സംഗമം സർക്കാരാണ് നടത്തിയതെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ഇക്കാര്യം പാർട്ടിക്ക് മനസ്സിലായി എന്നാണ്. പക്ഷേ ആ സമയത്ത് അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് ഇതേ കാര്യങ്ങൾ ഉന്നയിച്ച സമയത്ത് അയ്യപ്പ സംഗമത്തിൽ ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല എന്നായിരുന്നു CPMന്റെ വിശദീകരണങ്ങൾ. അത് പക്ഷേ ഇപ്പോൾ തെറ്റാണെന്ന് CPM സമ്മതിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ തള്ളാത്തത് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെ CPM തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ അതിന് ശക്തി പോരായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. അത് വ്യാജ പ്രചാരണങ്ങൾ എതിർപക്ഷം നടത്തുകയുണ്ടായി, UDF നടത്തുകയുണ്ടായി. ഇക്കാര്യം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം, MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് അത് തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള കാര്യം പാർട്ടി സമ്മതിക്കുകയാണ്. ഇനിയും കുറേയേറെ വിലയിരുത്തലുകൾ കൂടി പാർട്ടി നടത്തും. ഇക്കാര്യങ്ങൾ ആത്മപരിശോധന എന്ന രീതിയിലാണ് പാർട്ടി നടത്തുന്നത് എന്ന കാര്യം MV ഗോവിന്ദൻ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കേൾക്കാം. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധമായ പരാമർശത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശക്തിയായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം പറഞ്ഞാലും അതിനേക്കാളെല്ലാം ശക്തിയായിട്ട് വന്ന ആശയ മുൻകൈ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടുള്ള ഈ മുസ്ലിം വിരുദ്ധ പ്രചാരവേലക്ക് ഞങ്ങൾ വേണ്ടത്ര മറുപടി പറഞ്ഞില്ല എന്ന ആശയമാണ് മുൻകൈയിൽ വന്നത്. അതായിരുന്നു ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ മന്ത്രി ഈ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം, ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊന്നുമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന വർഗീയമായ ഒരു നിലപാടിനോടും CPIMന് യോജിപ്പില്ല. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞു, ഇവിടെ തന്നെ പറഞ്ഞു. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിന് ശേഷമാണ് ഈ സംഭവം. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഘട്ടത്തിലെല്ലാം നവോത്ഥാന മൂല്യത്തിന് പിന്തുണയും. വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഏത് സന്ദർഭത്തിലായാലും ആരായാലും അതിന് ഒരു തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾ നൽകുന്ന പ്രശ്നമില്ല. അതല്ലേ പറഞ്ഞത്. ഇപ്പോൾ അതല്ലേ ഞാൻ സ്വയംവിമർശനമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ഇതാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ. മറ്റൊരു കാര്യം കൂടി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. BJPയും UDFും തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു. ഇത് UDFിന്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്നും
വി ഗോവിന്ദൻ പറയുകയാണ്. അത് പാർട്ടിയുടെ വിലയിരുത്തലാണ്. 30 മണ്ഡലങ്ങളിലാണ് UDFും BJPയും തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നത് എന്ന കാര്യവും വി ഗോവിന്ദൻ വിശദീകരിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ BJP ജയിച്ച മണ്ഡലങ്ങളിൽ LDFിനും വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ വി ഗോവിന്ദൻ പക്ഷേ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFിന് നൽകുകയും ചില മണ്ഡലങ്ങളിൽ UDFിന് അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് കാണുന്ന ചില മണ്ഡലങ്ങളിൽ അവർ BJPക്ക് വിജയിക്കാൻ വോട്ട് നൽകുകയും ചെയ്യുന്ന ഒരു UDF BJP ഡീൽ ഞങ്ങൾ കണ്ടു. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ വന്നിട്ട് CPMനെതിരായിട്ട് പ്രസംഗിച്ചത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രസംഗിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തക്ക രീതിയിലാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രേരണയിലാണ് രാഹുൽ ഗാന്ധി പിണറായിക്കെതിരായും കേന്ദ്ര ഏജൻസികൾ ഇടപെടണം എന്ന ആവശ്യവും ഡീലിന്റെ പ്രശ്നവും എല്ലാം പറഞ്ഞതെന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ GV ഹരി, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ MS വേണുഗോപാൽ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ GV ഹരി വീണ്ടും ആവർത്തിക്കുകയാണ് BJP UDF ഡീൽ എന്നുള്ള കാര്യം. അതായത് UDF അതിന് മറുപടി പറയേണ്ടത് BJP ജയിച്ച മണ്ഡലങ്ങളിൽ UDF വോട്ട് മറിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. നമുക്ക് ഈ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ ഈ പ്രതിക്രിയാവാദികളും അതോടൊപ്പം തന്നെ വേറെ ചില വാദികളും ഒക്കെ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നത്തിലായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു പത്രസമ്മേളനമായിപ്പോയി ഇന്നത്തേത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഞാൻ കണക്ക് മാത്രം പറയാം ഈ വിഷയത്തിൽ. നമുക്ക് നിയമത്തെ കാര്യം തുടങ്ങാം. നിയമത്ത് നിലവിലുള്ള കണക്കിൽ 2016 BJPക്ക് 67,813 വോട്ടാണ് അവിടെ കിട്ടിയത്. 2021 51,888 വോട്ടും 2026 57,192 വോട്ടുമാണ് BJPക്ക് അവിടെ ലഭിച്ചത്. LDFിന് അവിടെ കിട്ടിയത് 59,142 2016, 21 55,837, 2027 52,214. ഇതാണ് അവിടുത്തെ അവസ്ഥ. 3,500 വോട്ട് കുറഞ്ഞു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി UDFിൻ്റെ കാര്യം എടുക്കുക. ഞങ്ങൾ അവിടെ 3-ാം സ്ഥാനത്താണ്. ഇപ്പോൾ BJP ജയിച്ച 3 സ്ഥലത്ത് ഞങ്ങൾ പുറകിലാണ്, 3-ാം സ്ഥാനത്താണ്. 13,860 വോട്ട് ആയിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അത് 36,524 വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു കെ മുരളീധരൻ അവിടെ മത്സരിച്ചപ്പോൾ. ശബരിനാഥ് വന്നപ്പോൾ അത് 29,730 കുറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേമത്ത് അല്ലെങ്കിലും ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. ഇനി ബാക്കി 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചാത്തന്നൂരിൽ 11,771 വോട്ട് LDFിന് വന്നിട്ടുണ്ട്. 11,770. ഞങ്ങൾ കുറഞ്ഞത് വെറും 996 വോട്ടാണ്. അവിടെ BJP തോന്നുന്നത് UDFിന് കുറച്ച് വോട്ട് കൂടുകയല്ലേ ചെയ്തത്? അതെ, അതായത് കുറയല്ല, കൂടുകയാണ്. 996 വോട്ട് കൂടി. 35,276 വോട്ടാണ് നമുക്ക് കിട്ടിയത്. നേരത്തെ 34,280 വോട്ടാണ് നമുക്കുണ്ടായിരുന്നത്. ഇനി കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ മന്ത്രിയായിരുന്ന MLA ആയിരുന്ന അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു പറഞ്ഞ LDFിന് 2021 63,690 വോട്ടും 2026 46,136 വോട്ടും 17,554 വോട്ടിൻ്റെ കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. UDFിന് 32,995 വോട്ടായിരുന്നു. അത് ഇത്തവണ 37,180, അതായത് 4,188 വോട്ട് കൂടി. 6,371 വോട്ടിന് ഇത്തവണ BJP അവിടെ ജയിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 3 കണക്കുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു അന്തർധാര? അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞു, അവർക്ക് ഇപ്പോഴാണത് ബോധ്യപ്പെട്ടിട്ടുള്ളത്.
ഞങ്ങളിത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കണക്കുകൾ സംസാരിക്കുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ അപഹാസ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുഷേ, ഇത്തരത്തിലൊന്നും ആയിരിക്കില്ല. അവർ തോറ്റതെന്തോ ഇവിടെയൊന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുവാൻ മടിക്കുന്നു. അതുകൊണ്ട് മറ്റു കാരണങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്, ഈ 35 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന LDF എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ബലം പിടിക്കേണ്ട കാര്യം? കേരളത്തിലെ ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വില കൂടി പോകുന്നൊരവസ്ഥയാണ്. ശരി, ശ്രീ എം ജയേന്ദ്രൻ, ചിരിക്ക് വക നൽകുന്ന ഒന്നായിരുന്നു ഇന്ന് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം എന്നുള്ളത്. ഒരു വേള മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കേണ്ടി വന്നു മലയാളത്തിൽ പറയുക എന്ന്. കാരണം അദ്ദേഹം എല്ലാം പറഞ്ഞു കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വരുന്നില്ല. ശരിക്കും ഇത് ആത്മപരിശോധന തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, വീഴ്ച പറ്റി, അത് തുറന്ന് സമ്മതിക്കണം. അത് ഈ പറയുന്നുണ്ട്, മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല പാർട്ടിക്ക് എന്നുള്ള കാര്യം. പാർട്ടി സംസ്ഥാന സമിതിക്ക് കഴിഞ്ഞില്ല ഈ തോൽവി മുൻകൂട്ടി കാണാൻ എന്ന്. അവസാന നിമിഷം വരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് എല്ലാ പാർട്ടികൾക്കും ഉള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പറയുന്നത് വ്യാജ പ്രചാരണങ്ങൾ നടന്നു, അതിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുകയായിരുന്നുവെന്ന്. അപ്പോൾ ജനബോധത്തെ അവിടെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആത്മപരിശോധന തന്നെയാണോ ഈ നടത്തിയിട്ടുള്ളത്? പിന്നെ ഈ ഡീലിന്റെ കാര്യം അത് പുച്ഛിച്ച് തള്ളുവാനേ കഴിയുകയുള്ളൂ. അതെ, ഞാന് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഡോക്ടർ GV ഹരി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പ്രതികരണം ഉണ്ട് മഞ്ജുഷേ. അത് ഈ 1ഉം 2ഉം UPA സർക്കാരുകൾക്ക് ശേഷം 2014 കോൺഗ്രസ് പാർലമെന്റിലേക്ക് തോൽക്കുമ്പോൾ 2014 കിട്ടിയത് 44 സീറ്റാണ്. 2019 കിട്ടിയത് 52 സീറ്റാണ്. 2025 ആദ്യം ജയിച്ചപ്പോ 100 സീറ്റും പിന്നീട് 2 സീറ്റ് ബൈ ഇലക്ഷനിലൂടെ കിട്ടി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഹരി, 2014 2019 2024 എന്താണ് നിങ്ങളുടെ തോൽവിയുടെ കാരണം എന്ന് പഠിക്കാൻ നിങ്ങളുടെ നേതൃത്വം AICC എന്തെങ്കിലും ഒരു ചെറിയ പരിശ്രമം പോലും നടത്തിയിട്ടുണ്ടോ? അങ്ങനെ രീതി നിങ്ങൾക്കില്ല, പണ്ട് മുതലേ ഇല്ല, അത് ശരി തന്നെ. പക്ഷേ ദയനീയമായി ചതഞ്ഞരഞ്ഞ് തോൽക്കുകയായിരുന്നല്ലോ 2014 2019. അങ്ങനെ ചതഞ്ഞരയ്ക്കപ്പെടുമ്പോഴെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ തോറ്റു വേണ്ടേ? അതൊരു സാമാന്യ ഉത്തരവാദിത്വമല്ലേ, മര്യാദയുടെ പ്രശ്നമല്ല. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമല്ലേ അത്? ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വശം കൂടെയല്ലേ അത്? നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? ഇന്നേ വരെ ചെയ്യില്ല. ആ പാർട്ടിയാണ് ഈ ചെറിയ തോതിലാണെങ്കിൽ പോലും, പൂർണ്ണ തോതിലല്ല, അവരുടെ ഭാഗികമായിട്ടാണ്, പ്രാഥമികമായിട്ടാണ്. ഇനി ഇത് താഴേക്ക് ചർച്ച ചെയ്യപ്പെട്ട് വീണ്ടും ഒന്നുകൂടെ തിരിച്ചു വരണം എന്ന് ഗോവിന്ദ മാഷ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അത്രയെങ്കിലും നല്ലത് എന്നൊരു ആനുകൂല്യം കൊടുത്തുകൂടെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക്? അത്രയെങ്കിലും അത് തോൽവി ഉണ്ടായി എന്നും തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ പാർട്ടിക്ക് ഗോവിന്ദ മാഷ് പറഞ്ഞ ഭാഷ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകമല്ല, ഏറ്റവും താഴെ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ ഘടകങ്ങളും അതിന് ഉത്തരവാദികളാണ് എന്ന് തന്നെയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അപ്പോ CPM-ന്റെ ഈ ഇപ്പോഴത്തെ വലിയ ജനങ്ങൾ നൽകിയ വലിയ ശിക്ഷയ്ക്ക് നിദാനമായത് അവരുടെ തന്നെ കുഴപ്പങ്ങളാണ് എന്ന് സമ്മതിക്കാനെങ്കിലും പ്രാഥമികമായിട്ട് ആ നേതാവ് തയ്യാറായല്ലോ. അതൊരു ആ ഒരു ചെറിയൊരു ആനുകൂല്യം അതിനങ്ങൾ പോസിറ്റീവായിട്ടൊന്നും കാണണ്ട. പക്ഷെ തീർത്തും നെഗറ്റീവായിട്ട് തള്ളാതിരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ നിങ്ങൾ എപ്പോഴും പറയുന്ന സൗന്ദര്യമുണ്ടല്ലോ, ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിന്റെയും കൂടെ ഒരു ഭാഗമാണത്. അങ്ങനെ ഇത്തരം ഈ ഉത്തരവാദിത്വങ്ങൾ, സ്വന്തം തോൽവിയെക്കുറിച്ച്, പതനത്തിനെ കുറിച്ച്, വീഴ്ചയെക്കുറിച്ച്, ജനങ്ങൾ നൽകിയ ശിക്ഷയെപ്പറ്റി ഒന്ന് തിരിഞ്ഞാലോചിക്കാൻ ഈ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും തയ്യാറാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മറുപടി പെട്ടെന്ന് ഹരി, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. ജയചന്ദ്രൻ സാറേ, 2014 2019 ഈ 2 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും CWC കൂടുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തോൽവിയുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റിയെ വയ്ക്കുകയും ആ കമ്മിറ്റി അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്
മാറ്റങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ മാറ്റങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. പലതരത്തിൽ നമുക്കറിയാവുന്ന പോലെ AICC മാറ്റങ്ങൾ ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ DCC തലത്തിൽ, KPCC തലത്തിൽ, എല്ലായിടത്തും എല്ലാ PCCകളിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചിരുന്നു. CWC അത് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്ന രാജസ്ഥാനിൽ കൂടിയിട്ടുള്ള യോഗങ്ങളിലൊക്കെ തന്നെ അത്തരം ചർച്ചകളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ തോൽവികളും അങ്ങനെ പഠിക്കാറുള്ളതാണല്ലോ, ഓരോ സംസ്ഥാനങ്ങളിലെ തോൽവിയും പഠിക്കാറുണ്ട്, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഠിക്കാറുള്ളതാണല്ലോ. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇത് CPM മാത്രം ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് എന്ന് പറയുന്നത്? ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്കൂ. ഞാനിത് നിങ്ങളൊരു അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, അത് മഞ്ജുഷിനോടും കൂടെ ചേർത്താ പറയുന്നത്. ഞാനൊരു അന്വേഷണ കമ്മീഷന്റെ കാര്യമല്ലെന്നേ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ചതഞ്ഞറിഞ്ഞ് തോൽക്കുക എന്നുള്ള നിലയിലാണ് 2014 തോൽവി കോൺഗ്രസ് സംഭവിക്കുന്നത്. ആ തോൽവി എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിക്കുന്ന CWC ആണ് വേണ്ടത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ജയചന്ദ്രൻ സാർ, ഈ ഞങ്ങൾ ഇപ്പൊ CPMന്റെ തോൽവി, ചതഞ്ഞറിഞ്ഞു പോയ തോൽവിയോ അല്ലെങ്കിൽ കോൺഗ്രസ് ചതഞ്ഞറിഞ്ഞ തോൽവിയോ, അതൊന്നും സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തോക്കുക ജയിക്കുകയോ ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ എന്തുകൊണ്ട് തോറ്റു എന്നത് അംഗീകരിക്കാത്തതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഞങ്ങൾ. അപ്പോൾ തോക്കുന്നത് വലിയൊരു പാതകമായിട്ടൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. തോക്കും, തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളും തോറ്റിട്ടുണ്ട്, CPM തോറ്റിട്ടുണ്ട്. ഞങ്ങൾ തോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിലെ തോൽവി ഞങ്ങൾ സമ്മതിക്കും ആദ്യമേ തന്നെ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഒരു തെളിവുമില്ലാത്ത ഈ BJP UDF ഡീൽ എന്ന് പറയുന്നത്, അതാണ് ഈ BJP UDF ഡീൽ എന്ന് പറയാൻ ഇനിയെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ എന്തുകൊണ്ട് CPM തയ്യാറാകുന്നില്ല? കണക്കുകൾ സംസാരിച്ചു കഴിഞ്ഞല്ലോ ശ്രീ M ജയചന്ദ്രൻ. അല്ലാതെ നിങ്ങൾ എന്തിനാണ് മഞ്ജുഷ അങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾ അങ്ങനെ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടെന്നേ. ഇത് ആ പാർട്ടിക്ക് അവരുടെ തോൽവിയെ സംബന്ധിച്ച് ഒരു ദിവസം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും 2 ദിവസം സ്റ്റേറ്റ് കമ്മിറ്റിയും കൂടി വിശദമായി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അവരെത്തിയ നിഗമനമാണ് സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി ആ നിഗമനങ്ങൾ കഴിഞ്ഞില്ല. ഇനിയും അത് ഇന്നത്തെ റിവ്യൂ റിപ്പോർട്ട് താഴേക്ക് അയക്കുകയാണ്. ബ്രാഞ്ച് തലം വരെ അയച്ചിട്ട് ബ്രാഞ്ചിൽ നിന്ന് കുറെ കൂടി വിശദമായിട്ട് അവർക്ക് ഇനിയും പറയാനുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയൂ, കാര്യം ഗോവിന്ദമാഷ് പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ കൂടുതൽ ഗോവിന്ദമാഷ് പറഞ്ഞതിൽ കൂടുതൽ വലിയ ചർച്ചകൾ ആ 2 ദിവസത്തെ കമ്മിറ്റികൾ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വലിയ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് താഴെത്തട്ടുകളിൽ, അല്ലേ? അത് ജില്ലാ തലത്തിലും ഇല്ലേ, താഴെത്തട്ടിലേക്കുമൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൻ്റെ ഈ സാരാംശം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെള്ളാപ്പള്ളി വിഷയത്തിൽ, അയ്യപ്പ സംഗമത്തിൽ, ഇതിലൊക്കെ വീഴ്ചകൾ പറയുകയാണ്. യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിച്ചത്, ഇതൊക്കെ സംസ്ഥാന നേതാക്കൾക്ക് പറ്റിയ തെറ്റാണ്. അത് കീഴ്ഘടകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ആ രീതിയിൽ സമ്മതിക്കുന്നുമില്ല. ഇതിപ്പോൾ അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് അന്ന് തന്നെ വിമർശനം ഉണ്ടായതാണ്. പക്ഷേ അന്ന് ഇത് വലിയ രീതിയിൽ ഇതെന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിൽ ആഘോഷിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ തെറ്റേറ്റു പറയുകയാണ്. തെറ്റേറ്റു പറയുമ്പോഴും അവിടെ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യം മിണ്ടുന്നുമില്ല കേട്ടോ ശ്രീ ജയചന്ദ്രൻ. അത് മാത്രമല്ല, അവസാനം എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഒടുവിൽ പറയുന്നു വ്യാജ പ്രചാരണങ്ങളായിരുന്നു എല്ലാം, അത് ജനങ്ങൾ വിശ്വസിച്ചു എന്ന്. അതെന്ത് വിലയിരുത്തലാണത്? അങ്ങനെയല്ല മഞ്ജുഷേ, അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇപ്പൊ ഗോവിന്ദൻ മാഷ് പുറത്ത് പറഞ്ഞതിനേക്കാളും കൂടുതൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പാർട്ടി സെന്റർ അപ്പാടെ ഈ ജനങ്ങളുടെ പൾസ് വിലയിരുത്തുന്നതിൽ വേണ്ടത്ര എന്നല്ല, ഒട്ടും തന്നെ വിജയിച്ചില്ല. ഇതായിരുന്നു പ്രയോഗം, ഇതായിരുന്നു, വേണ്ടത്ര എന്നല്ല, ഒട്ടും തന്നെ വിജയിച്ചില്ല. പാർട്ടി സെന്റർ എന്ന ചർച്ചയിൽ വരുമ്പോൾ അവരുദ്ദേശിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. ആ ചർച്ചയുടെ ആ സ്വഭാവം അങ്ങനെയാണ് പോകുന്നത് CPM സംഘടനാപരമായി. അപ്പോൾ പാർട്ടി സെന്റർ എന്ന് പറയുമ്പോൾ ആ പാർട്ടി സെന്റർ ആകെ 17-18 പേരുള്ള പാർട്ടി സെന്റർ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നാകെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് തന്നെയാണ് ആ വിമർശനം വന്നത്. അവിടെ ആ വിമർശനവും അംഗീകരിക്കുകയാണ് ചെയ്തത് ഈ ദ്വിദിന സംസ്ഥാന സമിതി യോഗം. അത്രത്തോളം ജനാധിപത്യപരമായിട്ടാണ് അവർ അത് ഈ 2 ദിവസങ്ങളിൽ സ്റ്റേറ്റ് കമ്മിറ്റിയും അതിന് മുമ്പിലത്തെ ദിവസം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും കണ്ടക്ട് ചെയ്തത്. അത് നല്ലൊരു മാറ്റമാണ്. പക്ഷെ അതുകൊണ്ടായില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ മഞ്ജുഷേ. എന്താണ് കാരണം? അതുകൊണ്ടായില്ല എന്ന് പറയാൻ ഈ പറയുന്നത് പോലൊന്നും അല്ല. ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ ഡീപ്പർ ഇൻസൈറ്റിലേക്ക് പോകേണ്ടതുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ. ആ ഡീപ്പർ ഇൻസൈറ്റില്ലാത്ത നേതാക്കളൊന്നും അല്ല CPM-ലുള്ളത്.
പക്ഷേ പറയാവുന്ന കാര്യങ്ങളിലെ പറയാൻ പറ്റൂ പലപ്പോഴും. അതുകൊണ്ട് ആ ഒരു തരത്തിലുള്ള ചർച്ചകൾ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. ആ ചർച്ചകൾ താഴെ നിന്ന് വരും എന്ന് തന്നെയാണ്. കാരണം ശരി ഇന്നിങ്ങനെ ശ്രീ പണിക്കർ, ഇവിടെ ജനാധിപത്യ രീതിയിൽ തന്നെ ഒരു വിലയിരുത്തൽ നടത്തി CPM എന്നുള്ളതാണ് ശ്രീ M ജയചന്ദ്രന്റെ വാദം. അതിൽ കോൺഗ്രസ് അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താറില്ല എന്നുള്ള മറുവാദവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. എങ്ങനെയാണ് താങ്കൾ ഈ MV ഗോവിന്ദൻ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തെ കാണുന്നത്? ശരിക്കും ഒരു ആത്മപരിശോധനയുടെ ഘടകം അതിലുണ്ടോ? രണ്ട് ഭാഗങ്ങളുണ്ട് ആ ചോദ്യത്തിൽ. അതിൽ ഒരു ഭാഗം നോക്കൂ, കോൺഗ്രസ് എന്നല്ല CPM എന്നല്ല ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ആഭ്യന്തരമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലർ ടോപ്പ് ഡൗൺ ആണ്, ചിലർ ബോട്ടം അപ്പ് ആണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘടകങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട്. എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും റീച്ച് ഔട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബോട്ടം അപ്പ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ റീഡിംഗ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് നേരത്തെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് ശേഷം നമുക്ക് ഓർമ്മയുണ്ടാവും, വിമർശിക്കപ്പെട്ടതാണ് എങ്കിൽ പോലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അന്ന് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് അവരോട് തുടരാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ള ഒരു അഭിപ്രായം പാർട്ടിയിൽ CWCയിൽ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് പാർട്ടിയുടെ പ്രസിഡന്റായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ 2014 പരാജയത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. കാരണം 2014 വരെ പ്രധാനമായി നയിച്ചിരുന്നത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് അദ്ദേഹം നേതാവാകണം എന്നുള്ള ഒരു മാറ്റം ആ സമയത്തുണ്ടായി. പിന്നെ 2019 വലിയ പരാജയം ഉണ്ടായതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി രാജിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള സമൂലമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഡിബേറ്റബിൾ ആയിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകുന്നുണ്ട്. ചിന്തൻ ശിവർ അത് പിന്നീട് റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ ഈ 2019 പരാജയത്തിന് ശേഷമാണ്. കൂടിയാലോചന യോഗങ്ങളൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായിട്ട് നടത്തണമെന്ന രീതിയിലത്തേക്കുള്ള തീരുമാനമൊക്കെ ഉണ്ടാകുന്നത് കോൺഗ്രസിൽ ആ സമയത്താണ്. അപ്പോൾ അത് എല്ലാ പാർട്ടികളും റുട്ടീനായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ BJPക്ക് അവർക്ക് ചില സംസ്ഥാനങ്ങളിൽ പരാജയം ഉണ്ടാകുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. അത് എല്ലാ പാർട്ടിക്കും നടക്കുന്നതാണ്. പിന്നെ CPM-ന്റെ കാര്യത്തിലുള്ള ഒരു കാര്യം, ഇന്നിപ്പോൾ ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് വിഷയം. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ കാണുന്നത്, സാധാരണ CPM എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിലെങ്കിൽ അതൊരു 3 പതിറ്റാണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ അംഗീകരിക്കുന്നത്. ഇത്തവണ ഏതാണ്ട് 1.5 മാസം ആയപ്പോഴത്തേക്ക് സമ്മതിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അതിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു കുറ്റസമ്മതമാണോ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കുറെ കൊനഷ്ട് ബാക്കിയുണ്ട്. അപ്പം അതിൽ ഞാൻ ജോയിൻ ചെയ്തതിന് തൊട്ട് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസും അതേപോലെ തന്നെ കോൺഗ്രസും പിന്നെ BJPയും തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. പല സീറ്റുകളിൽ ധാരണയുണ്ടായിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് 3 സീറ്റുകൾ ഇത്തവണ BJP ജയിച്ചത് എന്ന് പറഞ്ഞു. പക്ഷെ അത് എത്രത്തോളം ആത്മാർത്ഥതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത് നോക്കണം. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, നിയമത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ച എല്ലാവർക്കും കാണുന്ന രീതിയിലത്തേക്ക് BJPക്ക് ഉണ്ടായിരുന്നു. നേരത്തെ ഒരു MLA ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ BJP വീണ്ടും ജയിക്കുക എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐബ്രോസിനെ അത് ഉയർത്തേണ്ടുന്ന കാര്യമൊന്നുമില്ല. ചാത്തന്നൂരും കഴക്കൂട്ടവും നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ അവിടെയുണ്ട്. ഇപ്പോൾ ചാത്തന്നൂരിൽ കോൺഗ്രസിന് 1% വോട്ട് കൂടിയിരിക്കുകയാണ്. സാധാരണ ആൾക്കാർ അബ്സല്യൂട്ട് നമ്പേഴ്സിൽ പറയും, അതായത് 53,000 ആയിരുന്നെങ്കിൽ 55,000 2000 വോട്ട് വർദ്ധിച്ചു എന്നൊക്കെ പറയും. ഞാൻ അബ്സല്യൂട്ട് നമ്പേഴ്സ് നോക്കുന്നില്ല, കാരണം അത് വേരി ചെയ്യാം. അതുകൊണ്ട് തന്നെ എത്രയാണോ നേരത്തെ ഉണ്ടായിരുന്നത്, 2021 ഉണ്ടായിരുന്നത്, അന്ന് അവർക്ക് എത്ര ശതമാനം വോട്ടാണോ കിട്ടിയിരിക്കുന്നത് ആ ശതമാനത്തിൽ നിന്ന് താഴെ പോയോ അതിനേക്കാൾ ഉയർന്നോ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള മാനദണ്ഡം. അപ്പോൾ ചാത്തന്നൂർ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1% വോട്ട് വർദ്ധിക്കാനുണ്ടായത്, CPIക്ക് 8% വോട്ട് കുറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, ധാരണയാണ് നമ്മൾ പറയുന്നതെങ്കിൽ CPIയും BJPയും തമ്മിലാണ് ധാരണ എന്ന് പറയണ്ടേ, കോൺഗ്രസ് ആണെന്ന് പറയാൻ കഴിയുമോ? 1. 2, കഴക്കൂട്ടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ ഡോക്ടർ SS ലാലാണ് മത്സരിച്ചത്. ഇത്തവണ ശരത്ചന്ദ്ര പ്രസാദാണ്. ശരത്ചന്ദ്ര പ്രസാദ് മത്സരിക്കുന്ന സമയത്ത് പല ആൾക്കാരുടെയും പ്രതീക്ഷകളെ അല്ലെങ്കിൽ പല ആൾക്കാരും വിശ്വസിച്ചിരുന്നതിനെയൊക്കെ തന്നെ തകിടം മറിച്ചുകൊണ്ട് 4.5% വോട്ട് വർധനയാണ് കോൺഗ്രസിന് കഴക്കൂട്ടത്തുണ്ടായത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമായ രീതിയിലത്തേക്കുള്ള ഒരു പ്രകടനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. CPM-ന് 11% കുറഞ്ഞു. അത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് മത്സരിച്ചത്. സീസൺഡ് പൊളിറ്റീഷ്യനാണ്, സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് 11% കുറഞ്ഞു. ഹരി അത് കണക്കുകളിൽ തന്നെ പറഞ്ഞിരുന്നു, എത്ര എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു ശതമാനം. വാദത്തെ നിരാകരിക്കുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാദം കണക്കുകൾ പറയുന്ന പ്രകാരമല്ല എന്ന് തറപ്പിച്ച് പറയുന്ന ഒന്നാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം 30 മണ്ഡലങ്ങളിൽ ഈ ഡീൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
അല്ലല്ല, അത് ഏത് 30 മണ്ഡലമാണ്? നേരത്തെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 30 മണ്ഡലങ്ങളിലധികം, ഏതാണ്ട് 30,000 35,000 മുകളിലോ വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളായിട്ട് BJP കണ്ടിട്ടുണ്ട്. പല മണ്ഡലങ്ങളെ അതുകൊണ്ട് തന്നെയാണ് A ക്ലാസ് മണ്ഡലം, പിന്നെ B ക്ലാസ് മണ്ഡലം എന്നൊക്കെ അവർ തരംതിരിക്കുന്നത് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള വളർച്ചയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. എത്രത്തോളം വോട്ട് കിട്ടുന്നു, എത്ര വോട്ട് പോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലാതെ സ്ഥാനാർത്ഥിയുടെ മികവോ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്, ഇതൊന്നും മാത്രമായിരുന്നില്ല ഇതിന്റെ മാനദണ്ഡം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് A ക്ലാസ് മണ്ഡലങ്ങളിൽ നമ്മൾ ഇത്തവണ വലിയ വളർച്ച കണ്ടിരിക്കുന്ന പല മണ്ഡലങ്ങളും നേരത്തെ തന്നെ അവർ A ക്ലാസ് മണ്ഡലമായിട്ട് അവരതിനെ കാറ്റഗറൈസ് ചെയ്തിരുന്നൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് ദേശീയ ഭരണമുണ്ട്. അപ്പോൾ അവരുടെ അവരുടെ പോളിസികളിലൊക്കെ തന്നെ താല്പര്യമുള്ള കുറേയധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. അതല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി കൈയയച്ച് സഹായിച്ചെങ്കിൽ മാത്രമേ BJPക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയൂ എന്നൊന്നും ഇനി ചിന്തിക്കേണ്ടുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് സഹായിച്ചത് കൊണ്ടാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടിയത്? BJP 35 സീറ്റ് വീതം 2 തവണ അടുപ്പിച്ച് വന്നതിന് ശേഷം പിന്നീട് അത് ശക്തമായിട്ടുള്ള ഒരു പുഷ് നടത്തിയപ്പോഴാണ് അവർക്ക് CPM-നെ മറിച്ചിടാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ മറിച്ചിടുന്നതിന്റെ കാരണം എന്തായിരുന്നു? വളരെ മോശമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ കണ്ടത്. അതിന് മുമ്പത്തേത് നല്ലതായിരുന്നു എന്നല്ല, പക്ഷേ ഇതിനേക്കാൾ ഭേദമായിരുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ CPM എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇതാ ഒരു ഹിന്ദുത്വ പാർട്ടി, ഇതാ ബീഫ് നിരോധനത്തിന് വരുന്ന പാർട്ടി, ഇതാ വർഗീയ വിദ്വേഷത്തിന്റെ ഫാഷിസ്റ്റ് പാർട്ടി, അങ്ങനെയൊന്നും അല്ല ഇവിടുത്തെ സാധാരണക്കാർ കാണുന്നത്. എല്ലാവരുടെയും ഗുണവും ദോഷവും കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു പരാജയം ഉണ്ടാകുന്ന സമയത്ത് BJPയുടെ വളർച്ചയെ അവർ വിലയിരുത്തുന്നതിൽ സത്യസന്ധതയില്ല എന്നൊരു പ്രശ്നമുണ്ട്. കാരണം അതിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം. മറ്റൊന്ന് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആശയക്കുഴപ്പമുണ്ടായി എന്ന് ഗോവിന്ദ മാഷ് പറയുന്നുണ്ട്. സത്യത്തിൽ ആശയക്കുഴപ്പം ആർക്കായിരുന്നു? ഇതിൻ്റെ ഈ കള്ളക്കണക്കൊക്കെ പരിശോധിച്ചിരുന്ന ഓഡിറ്റർമാർക്കായിരുന്നു ആശയക്കുഴപ്പം. ഈ കണക്കെല്ലാം കൂടെ കൊണ്ടുവന്ന സമയത്ത് ഇതൊക്കെ കണ്ട് ഞെട്ടി വാ വളർന്നിരുന്ന കോടതിക്കായിരുന്നു ആശയക്കുഴപ്പം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശനടക്കം SNDPയുടെ NSSന്റെ KPMSന്റെ മറ്റ് ഹിന്ദു സമുദായ സംഘടനകളുടെ നേതാക്കളെ പിണറായി വിജയനൊപ്പം സ്വീകാര്യനായിട്ട് പൊതുവേദിയിൽ അവതരിപ്പിക്കുക. അത് മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് മറ്റ് സെഷനുകളിൽ, അതിൻ്റെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന സെഷനുകളിൽ ആൾക്കാരില്ലാഞ്ഞത്, ആൾക്കാരെ സംഘടിപ്പിക്കാൻ പോലും പാർട്ടി മെനക്കെടാഞ്ഞത് ഒക്കെ തന്നെ. എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? ആ സമയത്ത് തന്നെ വിമർശിക്കപ്പെട്ടതാണ്. എല്ലാവരും വിമർശിച്ചിരുന്നു, എന്തിനാണ് നിങ്ങൾ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം കൊണ്ടുവരുന്നത്? കേരളത്തിലെ BJP പോലും ഈ സംഗമത്തിനെ എതിർക്കുകയാണ്, അവർ ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. ആ ബോയ്ക്കോട്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ, മറ്റ് BJPയുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊക്കെ ഞങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്നതിന് വേണ്ടി യോഗി ആദിത്യനാഥ് അയച്ചിരിക്കുന്ന സന്ദേശം ആ വേദിയിൽ വായിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ്. അങ്ങനെ ആയിരുന്നു. തത്വത്തിൽ ലോൺ പേപ്പർ നോക്കുമ്പോൾ അതിന്റെ ചെലവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ദേവസ്വം ബോർഡായിരിക്കാം. പക്ഷേ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചിരിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത് ആണോ? അല്ല. അത് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി മന്ത്രിസഭയിലെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ VN വാസവനായിരുന്നു. തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോയി ഈ ആൾക്കാരെയൊക്കെ തന്നെ ക്ഷണിക്കാനായിട്ട് പോയത് VN വാസവനായിരുന്നു. സത്യത്തിൽ VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവരെല്ലായ്പ്പോഴും പറയുമല്ലോ അങ്ങനെ ഒരു ബന്ധമില്ല, ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തിന് മന്ത്രി കാണേണ്ടതില്ല, മന്ത്രി അറിയേണ്ടതില്ല, അത് ഓട്ടോണമസ് ബോഡിയാണ് എന്നൊക്കെയാണല്ലോ ഈ കൊള്ള നടന്ന സമയത്ത്, സ്വർണ്ണക്കൊള്ളയുടെ കാര്യം വന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. പക്ഷെ വാസവനാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കത്തയക്കുന്നത്. എന്താ പ്രശാന്തിന് കത്തയച്ചാൽ എന്താ? ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികമാണെങ്കിൽ PS പ്രശാന്തിന് കത്തയച്ചുകൂടെ? അവിടെ കത്തയച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ വലിയ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്, ഞാൻ നേരിട്ട് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചുവെന്ന്. ആദിത്യനാഥിന്റെ കത്ത് നമ്മൾ കണ്ടതാണല്ലോ, ഇതിന്റെ കോപ്പി നമുക്കിപ്പോഴും സോഷ്യൽ മീഡിയയിൽ അടക്കം അവൈലബിൾ ആണല്ലോ. അത് ആരെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒന്നുമല്ല, അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ശ്രീ VN വാസവൻ ജി എന്ന് പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിനെയാണ്. അപ്പോൾ അതിനെ ന്യായീകരിച്ച് നടന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് അതെന്തോ വലിയ രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന ആൾക്കാർ അന്ന് വിമർശിച്ചിരുന്നതാണ്. ആ വിമർശനത്തിനെ പോലും സത്യസന്ധമല്ലാത്ത രീതിയിൽ അത് ദേവസ്വം ബോർഡിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ജനങ്ങൾ ഈ വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിച്ചു എന്ന രീതിയിൽ ആക്കി തീർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ നോക്കൂ. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെ പ്രതിരോധിച്ചില്ല എന്ന പൊതുബോധമുണ്ടായി എന്നാ പറയുന്നത്. ഇപ്പൊ പ്രതിരോധിച്ചു, പക്ഷേ പൊതുബോധത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല എന്നല്ലേ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളെ ജീവിതത്തിൽ ആവാഹിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തത്വങ്ങളുടെ ഒരു എംബോഡിമെന്റ് ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ് വേദിയിലിരുത്തി പ്രകീർത്തിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. അപ്പോൾ നാരായണ ഗുരുവിനോടൊപ്പം തന്നെ ഒരു നടേശ ഗുരുവിനെ കൂടി സൃഷ്ടിക്കാനും പ്രതിഷ്ഠിക്കാനും ഇവരാണ് ശ്രമിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞു എന്ന് എവിടെ പറഞ്ഞാലൊക്കും?
അദ്ദേഹം വർഗീയവാദിയാണോ, വർഗീയ പ്രസ്താവനകൾ നടത്തുന്നത് കൊണ്ട് അദ്ദേഹം വർഗീയവാദിയാണോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത് നാളെ പത്രത്തിലെ ഹെഡ്ലൈൻ അടിക്കാനല്ലേ? ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട് അന്ന് ഞങ്ങൾ ശക്തമായിട്ട് തന്നെ എതിർത്തിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെ എന്ന് പറയുമ്പോൾ അന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് വന്നപ്പോൾ അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. നമ്മളത് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അത് സൗകര്യപൂർവ്വം അദ്ദേഹം ഇന്ന് മറക്കുകയായിരുന്നു. ശ്രീ MS വേണുഗോപാൽ, ഇന്ന് പാർട്ടിയുടെ വിലയിരുത്തലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വീഴ്ച പറ്റി എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ബൈറ്റ് കേൾക്കാം. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ വീഴ്ചയെ പറ്റി അദ്ദേഹം പറയുന്നത്, MV ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ. പയ്യന്നൂരിന്റെ കാര്യത്തിൽ കുറേയും കൂടി ആഴത്തിലുള്ള പരിശോധനയും ആവശ്യമായ വിഭാഗീയമായ പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നതാണ് ഒരു പരാജയത്തിന്റെ കാരണം. സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് മാത്രമല്ല, അത് വെച്ച് വളരെ ഗൗരവമുള്ള പരിശോധന വേറെ നടത്തേണ്ടിയിട്ടുണ്ട് എന്നാണ് പാർട്ടി കാണുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയാണല്ലോ സ്ഥാനാർത്ഥി നടത്തുന്നത്. അവരാണ് അത് സംബന്ധിച്ച് സ്വയം വിമർശനം നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ജില്ലാ കമ്മിറ്റിയുടെ ആ നിഗമനത്തെ അംഗീകരിക്കുകയും ആ സ്വയം വിമർശനം നടത്തുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ വ്യക്തിപരമായിട്ട് എനിക്കോ മറ്റാർക്കെങ്കിലുമോ അല്ല, സംഘടനയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ആ സ്വയം വിമർശനം നടത്തുന്നത്. MS വേണുഗോപാൽ, വ്യക്തിപരമായിട്ട് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മഞ്ജുഷ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം CPM ഇത്തവണ തോൽവി സമ്മതിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ അത്ഭുതമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ കാരണം പറഞ്ഞു തുടങ്ങിയപ്പം ഗോവിന്ദൻ മാഷ് പതുക്കെ വീണ്ടും സന്ദേശത്തിലെ കുമാരപിള്ള സാറായി. ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ പിന്നെയും നമുക്ക് ദഹിക്കാത്തതായി മാറി. ഈ വ്യാഖ്യാനം നടത്തരുത്, അത് അവസാനിപ്പിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയോട് പറഞ്ഞിരുന്നത്. അപ്പൊ അത് ആദ്യമേ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പിന്നെന്ന് പറഞ്ഞിരിക്കുന്നത് BJP UDF ഡീൽ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പറയേണ്ടത്, ശരിക്കും ഇലക്ഷന്റെ ഈ റിസൾട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? CPM അണികളും UDFും തമ്മിലൊരു ഡീൽ ഉണ്ടായി എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഈ കണ്ണൂര് തന്നെ നമ്മൾ അറിഞ്ഞു, തളിപ്പറമ്പ്, പയ്യന്നൂർ, എന്തിന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത് പോലും പാർട്ടി മൂക്കിട്ട് ഷാ എഴുതുന്ന അവസ്ഥ വന്നില്ലേ? വൻ പരാജയം തളിപ്പറമ്പിലുണ്ടായില്ലേ? അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ പരാജയം എന്ത് വലുതാണ്? അപ്പൊ ഈ പരാജയങ്ങളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? CPM അണികൾ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തുകൊണ്ടാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തിരുന്ന, ഇന്നലെ വരെ വോട്ട് ചെയ്തിരുന്ന പലരും ഇന്ന് കൈപ്പത്തിയിൽ പോയി വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോ അന്തർധാര ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? CPM അണികളും UDFും തമ്മിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിശകലനത്തിൽ വലിയ അപഘാതം വന്നിട്ടുണ്ട്. ഈ വിശകലനത്തിന് ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം ജനം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 വലിയ പരാജയങ്ങൾ നടന്ന സീറ്റുകൾ നോക്കിയാൽ മതി. അമ്പലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? അമ്പലപ്പുഴ എന്ന് പറയുന്നത് മറ്റൊരു ധർമ്മടമാണ്, തെക്കേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ശ്രീ G സുധാകരൻ 25,000-ന് മേൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ദയവായി മനസ്സിലാക്കണം. അവിടുത്തെ ജനങ്ങൾ, അദ്ദേഹം എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് വാഴുന്ന ഒരു സംവിധാനം ഇവിടെ നിൽക്കുന്നു, ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് നമ്മളെ ഏറ്റവും കുഴപ്പത്തിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ ഇലക്ഷൻ നിന്നത്. അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ പറഞ്ഞ എന്താണ്? നമ്മള് ഭാര്യയും ഭർത്താവിനെയും അളിയനെയും ഒക്കെ നിർത്തുന്ന പരിപാടിയാണ് നമുക്ക് കുഴപ്പം ചെയ്യുന്നത്, സ്വജനപക്ഷപാതം. ആ സ്വജനപക്ഷപാതം ശരിയാണെന്നല്ലേ അവിടെ തളിപ്പറമ്പിലെ വോട്ട് പെട്ടി പൊട്ടിച്ചപ്പോ മനസ്സിലായത്? അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് പയ്യന്നൂരാണ്. പാർട്ടി സഖാവിന് വേണ്ടി പിരിച്ച ഫണ്ട് തട്ടിയെടുത്തവന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിക്കണ്ണൻ അവിടെ മത്സരിച്ചത്. അവിടെയൊന്നും കെട്ടിവെച്ച കാശ് ഒരു CPM വിഭജനം കിട്ടാൻ വഴിയില്ലാത്തതാണ്. വഴിയില്ലെന്ന് മാത്രമല്ല, 10 വെട്ടി അടിച്ച് ഓടിക്കേണ്ടതാണ് അത്തരം സ്ഥാനാർത്ഥികളെ മുമ്പൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇത്തവണ അവരെല്ലാരും വൻപിച്ച തോതിൽ പോയി വോട്ട് ചെയ്ത് ഈ കുഞ്ഞിക്കണ്ണനെയും TK ഗോവിന്ദനെയും G സുധാകരനെയും ഒക്കെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം, ധർമ്മടത്തെ വോട്ടിന്റെ പോക്ക് കണ്ടില്ലേ? 50,000-ലും ഉണ്ടായിരുന്ന വോട്ട് 19,000-ന് ആയിട്ട് താഴ്ന്നു പോയില്ലേ? അപ്പൊ അവിടെ തന്നെ 10-30,000 വോട്ടിന്റെ വ്യത്യാസം വന്നിരിക്കുന്നു. അത് മാത്രമോ, തലശ്ശേരിയിൽ കാരായി രാജന് കിട്ടിയ ഭൂരിപക്ഷം പോലും
മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഇതാണ് ജനങ്ങൾ വിലയിരുത്തിയത്. ജനങ്ങൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ കാര്യവും, രണ്ടാമത്തേത് തളിപ്പറമ്പിൽ സ്വജനപക്ഷപാതം നടന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് പാർട്ടി ഫണ്ട് മറ്റ് ഫണ്ടുകളൊക്കെ തട്ടിക്കുന്ന കാര്യത്തിലും അണികൾക്ക് വളരെ വിഷമമുണ്ട് എന്നുള്ളതാണ് ആ ഇലക്ഷൻ റിസൾട്ട് ബോധ്യപ്പെടുന്നത്. ശരിയാണ് ശ്രീ എം ജയചന്ദ്രൻ, ഇക്കാര്യങ്ങൾ എന്തായാലും താഴെത്തട്ടിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ലഘൂകരിച്ചാണ് MV ഗോവിന്ദൻ അവതരിപ്പിച്ചത് എന്ന് മാത്രം. ആത്മപരിശോധന പാർട്ടി അണികൾ നടത്തിയിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പാഠം പഠിക്കില്ല എന്നുള്ള നിലപാടിലാണോ ശ്രീ ജയചന്ദ്രൻ പാർട്ടി നേതൃത്വം ഇപ്പോൾ ഉള്ളത്? അല്ല, ഇതെല്ലാം ഇപ്പോൾ MS വേണുഗോപാൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ വിമർശന രൂപത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് ചർച്ച നടന്ന സമയത്ത്. പക്ഷേ അത് സ്വന്തം തെറ്റാണ് എന്ന് ഏറ്റുപറയുവാനായിട്ട് പാർട്ടി നേതൃത്വം തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ ഇരിക്കുന്നത്. അല്ല, ഈ പ്രശ്നം CPM അതിനെ പരിപൂർണമായി അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചു, തയ്യാറായി എന്ന് തന്നെയാണ് ഗോവിന്ദമാഷ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതിലൂടെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ അദ്ദേഹം പറഞ്ഞതും. വിമർശനങ്ങൾ വളരെ നിശ്ചിതമായി ഏറ്റവും താഴെ മുതൽ ഏറ്റവും മുകളിൽ വരെ, ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെ ഉള്ള വിമർശനങ്ങളാണ് ഉള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് ഇനിയും വിമർശിക്കപ്പെടാൻ പോകുന്നതും. ഇപ്പോ ശ്രീ വേണുഗോപാൽ പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയമായും അദ്ദേഹം പറഞ്ഞ 3 ഇനങ്ങളും കൃത്യമാണത്. അത് ജനങ്ങളിൽ പൊതുവിൽ ബഹുജനങ്ങളിൽ എന്നല്ല, CPM അണികളിലും അനുഭാവികളിലും മാത്രമല്ല, CPM-ന്റെ കേഡർമാരിൽ മെമ്പർഷിപ്പിലുള്ളവരിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അതൃപ്തി വളരെ വലുതാണ്. അതിന്റെ റിസൾട്ട് തന്നെയാണ് ഇലക്ഷൻ റിസൾട്ടായിട്ട് വന്നത്. അതിലൊരു സംശയവുമില്ല. അതടക്കമുള്ള വിമർശനങ്ങൾ നന്നായി തന്നെ ഉയരുന്നുണ്ട് സംഘടനാ കമ്മിറ്റികളിൽ. അതാണ് അവർ തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ നടന്നത്. ഇനി അത് കൂടുതൽ തീക്ഷ്ണമായി ഒന്നുകൂടെ താഴെ നിന്ന് മുകളിലേക്ക് വരികയാണ്. അപ്പോൾ അത് കുറെ കൂടെ സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ രീതിയിൽ. അങ്ങനെയാണ് അത് കാണേണ്ടതും. അവർ കാണുന്ന അങ്ങനെ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ മനസ്സിലായത്. പക്ഷെ പല കാര്യങ്ങളും ഗോവിന്ദമാഷ് വിശദീകരിച്ചപ്പോൾ വിശദീകരണക്ഷമമാവാതെ പോയതും അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയി പോയതും പലതും പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് മറ്റു നേതാക്കൾ ചില തുറന്നു പറച്ചിൽ നടത്തുന്നുമുണ്ട്. ഇപ്പോൾ P ജയരാജന്റെ പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. P ജയരാജൻ വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അപ്പോൾ CPM-ന്റെ അവലോകന റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിമർശനം കടന്നു വന്നതിന് പിന്നാലെയുള്ള ഈ വിമർശനങ്ങൾ അത് തുടർന്നുള്ള ദിവസങ്ങളിലും തുടരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും P ജയരാജൻ അതിനൊരു തുടക്കമിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം CPM തുറന്നു കൊടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ വസ്തുത. അത് തന്നെയാണ് അത് തെളിയിക്കുന്നത്. P ജയരാജനെ പോലെ ഒരാൾ അങ്ങനെ തുറന്നൊരു വിമർശനത്തിന് തയ്യാറാവുമ്പോൾ, അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, അങ്ങനെ തയ്യാറാവുമ്പോൾ ആ സ്വാതന്ത്ര്യം CPM റാങ്ക് ആൻഡ് ഫയലിന് കൊടുത്തിരിക്കുന്നു CPM സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് തന്നെയാണ് അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്നാണ് എന്റെ ധാരണ. അങ്ങനെയാണ് താങ്കൾ പറയുന്നത്. ഇത് ഇത്രയുമേറെ കാര്യങ്ങൾ MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞത് തന്നെ പാർട്ടിയിൽ നിന്നുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണെന്ന് താങ്കൾ കാണുന്നു. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പോലും തുറന്നു പറയാറില്ല അല്ലേ? അല്ല, ഞാന് പണ്ട് 98 ഈ വിഭാഗീയത രൂക്ഷമായി നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഈ മറ്റേ നമ്മുടെ പാലക്കാട് വിട്ടുതരത്തിലൊക്കെ കഴിഞ്ഞപ്പോ കടയനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കുകയാണ്, AK സെന്ററിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാനത് പലയിടത്തും പിന്നീട് ആവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, അദ്ദേഹം പറഞ്ഞ വലിയ അർത്ഥമുള്ള ഒരു ചെറിയ വാചകം. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഞാൻ ഐറ്റം തുടങ്ങിയതും അങ്ങനെ തന്നെയാണ്. വിഭാഗീയത ഒരു രോഗമല്ല, രോഗലക്ഷണമാണ്. ഇതാണ് ചടയൻ ഗോവിന്ദൻ എന്നോട് പറഞ്ഞത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. എത്ര വലിയ അർത്ഥതലങ്ങളുണ്ട് ആ ഒറ്റ വാക്കിന്, ആ ഒരു വാക്കല്ല വാചകത്തിന്. വിഭാഗീയത ഒരു രോഗമല്ല, രോഗലക്ഷണമാണ്. പക്ഷെ ഞാനിത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് അധികം വൈകാതെ തന്നെ, അധികം മാസങ്ങൾ പോലും തികഞ്ഞില്ല, അദ്ദേഹം മരിച്ചു. ക്യാൻസർ ഒന്നും മരിക്കുകയായിരുന്നു അദ്ദേഹം.
അതുണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥവ്യാപ്തി ഇന്നും വളരെ വളരെ വലുപ്പത്തോടു കൂടി തന്നെ എന്റെ മുമ്പിലുണ്ടത്. അപ്പൊ അത് ആ വിഭാഗീയത ഭരിച്ച അദ്ദേഹത്തിന്റെ ആ വാചകം ഇന്നും പാർട്ടിയിൽ ആരും ഉൾക്കൊണ്ടിട്ടില്ലെന്നുള്ളതല്ലേ അത് തെളിയിക്കുന്നത്? ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ വിഭാഗീയത അല്ലെന്ന്, ഇപ്പൊ താല്പര്യ സംരക്ഷണങ്ങളാണ്. വിഭാഗീയത എന്നുള്ള ആ ഒരു ഘട്ടം കഴിഞ്ഞ് താല്പര്യ സംരക്ഷണങ്ങളുടെ പുതിയ തലത്തിലേക്ക് കടന്നല്ലോ. അത് അപ്പാടെ വിശകലനം ചെയ്യാൻ രണ്ടാമത്തെ സ്റ്റേജാണ് വിഭാഗീയതയുടെ അടുത്ത സ്റ്റേജാണ് ഈ സ്വജനപക്ഷപാതം വരുന്നത്. ആദ്യം എന്നോടൊപ്പം നിൽക്കുന്നവർ, പിന്നെ എന്റെ ചാർച്ചക്കാർ, ആ രീതിയിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. അത് ഞാൻ അങ്ങനെ പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. താല്പര്യ സംരക്ഷണങ്ങൾ എന്നതുവരെ ഞാൻ ഇപ്പൊ പോകുന്നുള്ളൂ. കാരണം റെക്ടിഫിക്കേഷൻ നടക്കാൻ പോവുകയാണ് ആ പാർട്ടിക്കകത്ത്. അതൊരു ക്യാമ്പയിനായിട്ട് വരുന്നതിന് അധികം താമസമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോ വിമർശിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. ഇനി ഒരു ഘട്ടം കൂടെ ആ താഴെത്തലം മുതൽ മുകളിൽ വരെ നടക്കും. അതിനുശേഷമാണ് റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ വരിക. അത് ആ നിലയിൽ തന്നെ നടന്നാലേ പിന്നെ ഇത് വ്യക്തതയോടുകൂടി തെളിഞ്ഞു വരാൻ കഴിയൂ എന്നിപ്പോ എല്ലാ ജി വി ഹരി, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് SIR-നെ കുറിച്ചാണ്. SIR ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നത് പിണറായി വിജയനാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നു. അതിൽ മുന്നിൽ മുസ്ലിം ലീഗ് ആയിരുന്നു. ഇത് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. SIR കേരളത്തിൽ ശരിയാണ്, കോൺഗ്രസ് ഇത് വലിയ വിഷയമായിട്ട്, UDF വലിയ വിഷയമായിട്ട് ഉന്നയിച്ചിട്ടില്ല. പക്ഷെ അതിനുള്ള കാരണവുമുണ്ടല്ലോ. കാരണം കൂടുതൽ വോട്ടർമാരെ അനധികൃതമായിട്ട് നേരത്തെ തിരികെ കയറ്റിയിരുന്നത് CPM ആണ്. അപ്പോൾ അതിനുള്ള തിരിച്ചടി കിട്ടിയത് കൊണ്ടാവുമല്ലോ ഇത്തരത്തിൽ തിരിച്ച് UDF-ന് നേരെ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് SIR-ന്റെ. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പാർട്ടി ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മറുചോദ്യങ്ങൾ ചോദിക്കാതെ അതേപടി വിഴുങ്ങുന്ന ഇതിൻ്റെ പാർട്ടിയുടെ ഈ അനുഭാവികളും അല്ലെങ്കിൽ നേതാക്കന്മാരും ആണ്. അതുപോലെയാണ് കേരളത്തിലെ ജനങ്ങളെന്നൊരു ധാരണ ഇപ്പോഴും CPM വച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് തോന്നുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവിടെ വേണുസാർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഒരു ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-ഉം കേരളത്തിലെ CPM-ന്റെ പ്രവർത്തകരും തമ്മിലൊരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ ഏറ്റവും ശരിയായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. നോക്കൂ, ഈ CPM ഇപ്പം 35 ആണ് LDF-ന്റെ MLA-മാരുടെ എണ്ണം. അതിൽ ജയിച്ചു വന്നിട്ടുള്ള 6 സ്ഥലങ്ങളിലുള്ള അവരുടെ ഭൂരിപക്ഷം ഒന്ന് പരിശോധിച്ച് നോക്കണം. ഒന്ന് മണലൂർ, C രവീന്ദ്രനാഥ് ജയിച്ചിട്ടുള്ള മണലൂരിൽ അദ്ദേഹം ജയിച്ചത് എത്ര വോട്ടിനാണ്? 126 വോട്ടിനാണ്. 2, ഈ KV സുമേഷ് അഴീക്കോട് പോലൊരു സ്ഥലത്ത്, നിങ്ങൾക്കറിയാം പാർട്ടി ഏറ്റവും സജീവമായി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അഴീക്കോട് എന്ന് പറയുന്നത്. 349 വോട്ടിനാണ് അവിടെ അദ്ദേഹം ജയിക്കുന്നത്. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ കൊട്ടാരക്കര പിന്നെ അത്രയും പ്രധാന UDF-ൻ്റെ ഒരു കേന്ദ്രമാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. 1012 വോട്ടിനാണ്. നിങ്ങൾ ഓർക്കണം, 10 വർഷക്കാലം പാർട്ടിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ്, പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവാണ്, കേരളത്തിൽ ഇപ്പോൾ LDF-ൻ്റെ ഉപനേതാവാണ്. അദ്ദേഹം ജയിച്ചത് 1012 വോട്ടിനാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാവുന്നത്, കോന്നിയിൽ 1838 വോട്ടിനാണ് അവിടെ ജയിച്ചത്. കൂത്തുപറമ്പിൽ 1286 വോട്ടിനാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 1286, 126 വോട്ടിനുമൊക്കെ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിച്ചു എന്നതിൻ്റെ പ്രധാനപ്പെട്ട എന്തുകൊണ്ട് ഇത്രയും ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. CPM-ൻ്റെ അണികളടക്കം ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതും ഒരു കാരണമായിട്ട് ഞാൻ തന്നെ വിലയിരുത്തുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പാർട്ടി മാത്രമല്ല, CPM-ൻ്റെ കാര്യം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും അതത് കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പരാജയങ്ങൾ ഏറ്റെടുക്കും അല്ലെങ്കിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയാണത്. അത് ചിന്തൻ ശിവരാണ്. രാജസ്ഥാനിൽ നടന്നിട്ടുള്ള ആ ചിന്തൻ ശിവറിൽ നമ്മൾ എടുത്തിട്ടുള്ള 1-2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ട്. ഒന്ന്, ഒരു പദവി, ഒരാൾക്ക് ഒരു പദവി എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ പാർട്ടിയിൽ നടപ്പാക്കിയിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ വിമർശനാത്മകമായി തന്നെ പറയുകയാണ്. 2012 എടുത്തിരിക്കുന്നത് MLA ആണെങ്കിൽ MLA, MP ആണെങ്കിൽ MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പരിശോധിച്ച് നോക്കുക, കേരളത്തിലെടുത്ത് പരിശോധിച്ച് നോക്കൂ. കേരളത്തിൽ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഇരിക്കുന്ന ആളുകളടക്കം പാർട്ടി എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പോൾ ഏതു പാർട്ടിയും പാർട്ടിയുടെ അണികളിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ തീരുമാനം എടുത്തതിന് ശേഷം അതിന് വിരുദ്ധമായി ചില തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോൾ അത് CPM-ന് മാത്രമല്ല, കോൺഗ്രസ്സിന് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ അത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം, 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് തോന്നുന്നു ഞങ്ങളെന്തോ വലിയ കാര്യം ഇവിടെ ചെയ്തുകൊണ്ടാണ് വീണ്ടും ഞങ്ങളെ ജനങ്ങൾ, അന്ന് കോവിഡ്, ഞങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് സ്വാഭാവികമായി
അന്ന് കേരളത്തിലെ ആ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിൽ പിന്നെ അവരങ്ങ് മതിമറന്നുപോയി. പിന്നീട് അത് ഈ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള, ഞങ്ങൾ ബംഗാളിലെ പോലെ തുടർന്ന് ഇവിടെ 10-35 വർഷക്കാലം തുടർന്ന് ഞങ്ങൾ ഭരിക്കും എന്നൊരു തോന്നൽ എങ്ങനെയോ CPM-ലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾക്കിതൊരു പാഠമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM എന്തു ചെയ്തു അത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ചെയ്ത് മുന്നോട്ട് പോയാൽ CPM-നുണ്ടാകുന്ന അതേ കാര്യങ്ങൾ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും സംഭവിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു പ്രത്യേകതയുള്ളതെന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് സംഭവിച്ചു, ഞങ്ങൾക്കൊരു കുറ്റം അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തും. ഇപ്പോൾ ഏറ്റവും അവസാനമായി നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ അളിയനെ ഇവിടെ സ്റ്റാഫിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ആ ആരോപണം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം തന്നെ രാജിവെച്ച ഒരു മാതൃകയായി. അത് നല്ല കാര്യമാണ്. ഇവിടെ CPM ആയിരുന്നെങ്കിലോ, CPM ആയ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിലോ CPM അതിൽ ഉറച്ചു നിൽക്കും, CPM അത് മുന്നോട്ട് കൊണ്ടുപോകും. ഇനി നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വിമർശനങ്ങളൊന്നും അവർ ചെവി കൊള്ളില്ല തന്നെ. ആ ചെവി കൊള്ളാത്തതിൻ്റെ അതാണ് ഇന്ന് 35 സീറ്റിൽ ഇവിടെ LDF ഇരിക്കുന്നത്. ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം, CPI അവരോടൊപ്പം പ്രവർത്തിക്കുന്ന CPI എല്ലാ കാലത്തും ഒപ്പം നിന്നിട്ടുള്ള CPI, ആ CPI ഇപ്പോൾ ഒരു ഉപനേതാവിനെ ചോദിച്ചിട്ട് പോലും അത് കേട്ട ഭാവം പോലും നടിക്കാതെ മുന്നോട്ട് പോകുന്ന ആ വലിയേട്ട മനോഭാവം ഉണ്ടല്ലോ, ഇപ്പോഴും ഇവരൊന്നും മാറിയിട്ടില്ല അടിസ്ഥാനപരമായി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. എനിക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യാഖ്യാനിച്ച് വഷളാക്കുക എന്നുള്ള കാര്യമുണ്ട്. ഇന്നും വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് അതുതന്നെയല്ലേ ഉണ്ടായത്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കേൾക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ രീതി, ഏത് രീതിയിലാണ് പാർട്ടി വിലയിരുത്തിയത്, അതിന് ഘടകവിരുദ്ധമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ച് വഷളാക്കുന്നതും കണ്ടു എന്ന് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം സത്യത്തിൽ അവിടെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത് പാർട്ടി എന്തുകൊണ്ട് തോറ്റു, വളരെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പറയുന്ന സമയത്തും കഴിഞ്ഞ സർക്കാരിനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കാനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മതി, ഭരണവിരുദ്ധ വികാരമൊന്നുമല്ല, ഭരണം നന്നായിരുന്നു, പക്ഷേ പല മേഖലകളിലും ആൾക്കാർക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പണ്ട് നമ്മളൊരു തമാശ കേട്ടിട്ടുണ്ട്, ഈ ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഭരണത്തിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല, പക്ഷേ കയർ മേഖലയിൽ, പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ, അങ്ങനെ പല പല മേഖലകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതിലുണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഈ അഡ്മിറ്റ് ചെയ്യുന്ന വിഷയങ്ങളിൽ പോലും അതിൻ്റെ കോർ വിമർശനം എന്തായിരുന്നു എന്നതിനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ യോഗിയുടെ സന്ദേശം വായിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ശരിയായില്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. പക്ഷെ ആഗോള അയ്യപ്പ സംഗമം വിമർശിക്കപ്പെട്ടത് ആ രീതിയിലാണോ? 2 രീതിയിലാണ്. ഒന്ന്, അതിലുണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഹിന്ദു സമുദായ നേതാക്കന്മാരെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവരെല്ലാവരും തന്നെ പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ CPM-നൊപ്പമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു അത്. അതിനെ ഉൾക്കൊള്ളാൻ അവരിപ്പോഴും തയ്യാറല്ല. 2, അതുമായി ബന്ധപ്പെട്ട വലിയ ഭാരിച്ച ബാധ്യതയുണ്ടാക്കിയ സാമ്പത്തിക തട്ടിപ്പ്, അതിലെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ്, എടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പണം കോടതി പറഞ്ഞിട്ടും വീണ്ടും അത് എടുക്കുകയും ചെലവാക്കുകയും അതിനെ സൈഫൺ ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്ന കാര്യം, ഈ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം മിണ്ടുന്നില്ല. അവിടെ യോഗി ആദിത്യനാഥിൽ മാത്രം ചാരിക്കൊണ്ട് അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ ബാക്കി എല്ലാത്തിൽ നിന്ന് കൈകഴുകി. പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി അത് കൃത്യമായിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് മാത്രമായിരുന്ന വിഷയം, പത്മകുമാർ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്ന ഒരേ ഒരു CPM-ൻ്റെ ആൾ. ഇടതു ഭരണകാലത്ത് അവർ നിയമിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ നോമിനികളായിട്ടുള്ള സഖാക്കന്മാരൊക്കെ ഈ കൊള്ളയുമായി ചേർന്ന് അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതും അവരെല്ലാവരും തന്നെ പ്രതിയായി എന്നുള്ളതുമായിരുന്നില്ലേ അതിലെ പ്രശ്നം. അതേപോലെ തന്നെ ഇതിൽ കോടതി തന്നെ ചോദിച്ചില്ലേ, എന്താണ് നിങ്ങളുടെ മറ്റാരോ ആണ്, ശങ്കർദാസ്, എന്താണ് അദ്ദേഹത്തിനുള്ള അസുഖം, എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ വളരെ മൃദുവായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നു. അപ്പോൾ സംരക്ഷണം. അതേപോലെ തന്നെ മന്ത്രിമാരുണ്ടായിട്ട്, കടകംപള്ളി സുരേന്ദ്രനും പിന്നീട് VN വാസവനും ഉണ്ടായിട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വരെ നീണ്ടു നിന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ മനസ്സിലാക്കുന്നതിനോ അതിനെ നിയന്ത്രിക്കുന്നതിനോ കഴിയാത്ത പിടിപ്പുകേട്, അതായിരുന്നില്ലേ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വിഷയം. അതല്ലാതെ പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല എന്നുള്ള ഒരൊറ്റ വിഷയമാണോ? വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം നടത്തിയിരിക്കുന്ന ന്യൂനപക്ഷ പരാമർശങ്ങളെ വിമർശിച്ചില്ല എന്ന് പറഞ്ഞു. ന്യൂനപക്ഷ പരാമർശങ്ങളെ വിമർശിക്കുക എന്നുള്ളതായിരുന്നില്ല, വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത് വർഗീയതയാണോ അല്ലയോ എന്നുള്ളത് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അല്ലെങ്കിൽ BJP-യുടെ ഒരു നേതാവ് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയാൽ പോലും അത് വർഗീയതയാണ് എന്ന് വേണമെങ്കിൽ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശങ്ങളെ കൃത്യമായി വിമർശിച്ചില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വർഗീയവാദമാണോ എന്നതിനെക്കുറിച്ച് പറയാനായിട്ട് ഇവർ തയ്യാറല്ല. അത് പൊതിഞ്ഞു പിടിക്കുകയാണ്. ശ്യാമളയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? അതിൻ്റെ പഴി മുഴുവൻ ആർക്കാ ചാരുന്നത്? കണ്ണൂർ ഘടകത്തിനാണ്.
അതൊരു സ്വജനപക്ഷപാത വിഷയമായിട്ടാണ് അത് വിമർശിക്കപ്പെട്ടത്. അതല്ലാതെ കണ്ണൂർ ഘടകത്തിന്റെ തെറ്റായ തീരുമാനമെന്ന രീതിയിലാണോ ശ്രീ മഞ്ജുഷ് നമ്മൾ ശ്യാമളയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിനെ വിമർശിച്ചത്? അല്ല. അപ്പൊ സ്വജനപക്ഷപാതം എന്നുള്ള ശരിയായ വിഷയത്തിലേക്ക് അദ്ദേഹം വരുന്നില്ല. പിന്നെയോ പക്ഷെ അതേപോലെ മറ്റൊരു കാര്യം കൂടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ തോൽവിയുടെ കാരണങ്ങളെ കുറിച്ച് വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും അഭിപ്രായങ്ങൾ തേടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോഡേൺ ആയിട്ടുണ്ട് പാർട്ടി പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക്. പുതുവഴികൾ എന്നാണ് പറയുന്നത്. പാർട്ടിക്ക് ഭരണം മൊത്തം പോയിട്ട് അടപടലം പണി കെട്ടിയിട്ട് പെരുവഴിയിൽ നിൽക്കുന്ന സമയത്ത് പെരുവഴികൾ എന്നുള്ള പേരായിരുന്നു കുറച്ചുകൂടെ ചേരുന്നത്. പക്ഷേ പുതുവഴികൾ എന്നുള്ളൊരു പേരാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. നല്ല കാര്യം. അത് ആക്റ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെങ്കിൽ നല്ലതാണ്. അതല്ലാതെ വെറുതെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് അത് മാറില്ല എങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള നൂതനമായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആർക്ക് വേണമെങ്കിലും മാധ്യമപ്രവർത്തകർക്കടക്കം മാധ്യമ സ്ഥാപനങ്ങൾക്കടക്കം അഭിപ്രായം രേഖപ്പെടുത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ സമൂലമായിട്ടുള്ള ഒരു മാറ്റത്തിന് തയ്യാറായിട്ട് വിശാല മനസ്കതയോട് കൂടിയിട്ടാണ് അതൊക്കെ തുടങ്ങുന്നത് എങ്കിൽ ഈ കിട്ടുന്ന ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടുമല്ലോ, അതിനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ, ഈ വന്നിരിക്കുന്നതിനെ പല കാറ്റഗറികളിലാക്കിയിട്ട് അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കുമോ, അത് പൊതുജനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമോ, അതിൽ നടപടിയെടുത്തത് അവർ കാണിക്കുമോ, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. കാര്യക്ഷമമായിട്ട് നമ്മൾ പറഞ്ഞാൽ എന്താണ് ഗുണം എന്നതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു പ്രശ്നമില്ലേ? ഇപ്പോൾ പയ്യന്നൂരുണ്ടായിരുന്ന പ്രശ്നം എന്താ? പല സഖാക്കന്മാരും ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് പണം കൊടുത്തു. എന്നിട്ട് ആ പണം എങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് അവരെ കൃത്യമായിട്ട് ബോധിപ്പിച്ചില്ല എന്നുള്ളതല്ലേ പ്രശ്നം. ഇനി പാർട്ടി അവിടെ ഒരു രക്തസാക്ഷി ഫണ്ടുമായിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുമോ? അപ്പോൾ എന്തൊരു കാര്യവും അത് ഫീഡ്ബാക്ക് ആണെങ്കിലും കോൺട്രിബ്യൂഷൻ ആണെങ്കിലും അത് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്ന രീതിയിലത്തേക്ക് പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് പക്ഷേ ശ്രീ എം എസ് വേണുഗോപാൽ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് പാർട്ടി ഘടകങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണല്ലോ. അത് തന്നെ ആവർത്തിക്കും ഇവിടെയും. അത് ഇനിയും ഈ ആവർത്തനം നടന്നുകൊണ്ടിരിക്കും. ആർക്കും ഇഷ്ടം പോലെ സംസാരിക്കാം, പക്ഷെ അവസാനം ഞങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും, ആ റിപ്പോർട്ട് ഞങ്ങൾ അവതരിപ്പിക്കും എന്നുള്ളതാണെന്ന് ഗോവിന്ദമാഷിന്റെ പ്രധാനമായിട്ട് തോന്നിയത്. ഹലോ ജയേന്ദ്രൻ. അല്ല ഗോവിന്ദമാഷ് അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കൂ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്ക് മറുപടി ഉണ്ടാവും എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നൂതനമായ ഒരു രീതിയാണ്, അത് നല്ലതാണ്, അതിനെ അംഗീകരിക്കാം നമുക്ക്. ശ്രീ എം എസ് വേണുഗോപാൽ, മറുപടി ഉണ്ടാവാം. മറുപടി ആ അംഗങ്ങൾക്ക് എത്രത്തോളം തൃപ്തികരമായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. അല്ല, അംഗങ്ങൾ മാത്രമല്ലല്ലോ, അത് ആർക്കും അഭിപ്രായം അറിയിക്കാം, അംഗങ്ങൾക്ക് മാത്രമല്ല. അഭിപ്രായത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് എന്തായിരിക്കണം? നമ്മൾ ഈ പറഞ്ഞ അയ്യപ്പ സംഗമത്തിന്റെ പ്രശ്നം പറഞ്ഞു. അതിനകത്ത് യോഗി ആദിത്യനാഥിന്റെ ക്ഷണിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്ദേശം വായിച്ചതോ ആണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ എവിടെയാണ് തെറ്റ് വന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. അതുപോലെ തന്നെ പത്മകുമാറിനെതിരെ നടപടി വൈകിപ്പോയി. അതൊക്കെ ആരാണ് ചെയ്തത്? വെള്ളാപ്പള്ളിയെ തള്ളി പറയുന്നതിൽ വീഴ്ച വന്നു. പിന്നെ ഇതുപോലെ പറഞ്ഞത് 77-നേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ കറക്റ്റ് ചെയ്യുക അല്ല ചെയ്യുന്നത്, ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യായീകരണത്തിലൂടെ നമുക്ക് തെറ്റിദ്ധരുത്താൻ പറ്റില്ല. നമുക്ക് ശാരീരികമായോ മാനസികമായോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് ഇന്നതാണെന്ന് ഡോക്ടറുടെ മുമ്പിലെങ്കിലും തുറന്നു പറയണ്ടേ? ആ തുറന്നു പറച്ചിൽ പോലും നടക്കുന്നില്ല കാര്യം. കാര്യം പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ. അല്ല, ഇത് ഇപ്പൊ ഞങ്ങളുടെ 1-2 പേരായിട്ട് പറയുന്നുണ്ട് ഈ അയ്യപ്പ സംഘം. അത് നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നീ 3 പ്രദേശങ്ങളിൽ പിൽഗ്രിം അമ്യൂണിറ്റീസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതാണ് അതിന്റെ കോർ ഇഷ്യൂ തന്നെ അതായിരുന്നു. ഇപ്പൊ ചർച്ചയിൽ വരുമ്പോഴോ ആ കോർ ഇഷ്യൂ തന്നെ പരിപൂർണമായിട്ടും തമസ്കരിച്ചിട്ടാണ്. അത് നടന്നില്ല ശ്രീ ജയേന്ദ്ര സാർ, അത് നടന്നില്ല. പങ്കെടുത്ത പോലുമില്ല. കോടികൾ കൊണ്ടുപോയെന്നാണ് ഒരു ആള് പോലും ഉണ്ടായിരുന്നില്ല. അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഒരു മൊബൈൽ നടത്താത്ത ഗാനമേളയ്ക്ക് പൈസ കൊടുത്തതാണ് കോർ ഇഷ്യൂ. 2 സെഷനിൽ പങ്കെടുത്തു ഇല്ലേ? മഞ്ജുഷ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഇല്ലേ? പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചില്ല. അവിടെ അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട സെമിനാറുകൾ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനോട് കൂട്ടിയിട്ട് അവിടെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ചർച്ച ചെയ്യാനുള്ള ആൾക്കാർ വന്നു എന്നുള്ളതല്ലാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 5 കോടി രൂപ മുടക്കിയിട്ട് ഈ സംഗമം നടത്തേണ്ടതുണ്ടോ?
അതോ അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഒരു മീറ്റിംഗ് റൂമിൽ വെച്ച് ഈ ആൾക്കാരൊക്കെ ചേർന്ന് കെ ജയകുമാറും പഴയ റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് DGP ഒക്കെ ചേർന്ന് നടത്തിയപ്പോഴായിരുന്നു? മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് തോന്നുന്നത്. അവിടെ അല്ല, വിഷ്വൽ കണ്ടിട്ടുണ്ട്, TV ചാർജ് കണ്ടിട്ടുണ്ട്, ടിവിയിൽ വിഷ്വൽ കണ്ടിട്ടുണ്ട്. കാര്യം പറയുന്നുണ്ട്, പിന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശബരിമല കൊള്ള എനിക്കറിയാം. തോന്നുന്ന വിധത്തിലാണ് കവറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ അയ്യപ്പ സംഗമം നടത്തിയെന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്ന വിധത്തിലാണ് വരുന്നത്. ശബരിമല കൊള്ള ഞാൻ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആളാണ് എപ്പോഴും. അതിലെനിക്ക് ഒരു വിയോജിപ്പുമില്ല. പക്ഷേ ഈ അയ്യപ്പ സംഘം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പരിപൂർണമായിട്ടും വിസ്മരിച്ചിട്ട് അതിനെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഇതൊരു കൊള്ളയടി സംഘത്തിന്റെ പരിപാടിയായിരുന്നു, ഇതാണ് പിന്നെ അവിടെ ഈ ഷോക്കേസ് ചെയ്യുന്നത് എന്നുള്ള നിലയിൽ പറയുമ്പോഴത്തേക്കാണ് ഞാനിത് പറയുന്നതല്ല. നിങ്ങളുടെ ജയചന്ദ്രൻ സാറേ, ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ആരും അങ്ങനെ അതിനെ ഷോക്കേസ് ചെയ്യുന്നില്ല. അവിടെ നടന്ന യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടക്കാത്ത ഭക്തിഗാന സുതയ്ക്ക് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പേരിൽ തെറ്റായിട്ടുള്ള പൈസ അവിടെ ഇല്ലാത്ത ഭജനയ്ക്ക് പൈസ കൊടുത്തു. 1. 2, അവിടെ 6000 പേര് ഭക്ഷണം കഴിച്ചു. രാത്രി ഡിന്നർ അടക്കമുള്ളതിന് അവിടെ തയ്യാറാക്കിയിരുന്നു. അത്രയും പേര് ഭക്ഷണം കഴിച്ചു എന്നാണ് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ. അതിനകത്ത് രാവിലെയുള്ള ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊന്ന് അങ്ങ് പരിശോധിച്ച് നോക്കൂ. അതിനകത്ത് അത് മാത്രമല്ല, കോടതിയെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കണക്കുകളൊന്നും തന്നെ. ഇപ്പോഴും അതിന്റെ ആശങ്കകൾ ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ജനങ്ങൾ അത് കാണുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ പാർട്ടി പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം നടന്നു, അത് ഒരു പൊതുബോധം ആ രീതിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അയ്യപ്പ സംഗമത്തിൽ ഈ അബദ്ധം പറ്റിയെന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതിൽ മാത്രമാണ്. ബാക്കി ഒന്നിലും സമ്മതിച്ചിട്ടില്ല പാർട്ടി. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: തോൽവിയെക്കുറിച്ചുള്ള CPM വിലയിരുത്തൽ ശരിയോ? ശരിയാണെന്ന് 23% പ്രേക്ഷകർ, ശരിയല്ല എന്ന് 74%.